നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ ഗാന്ധിയുടെ കള്ളവോട്ട് ആരോപണം ഭരണഘടനയ്ക്ക് അപമാനമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇരട്ട വോട്ട് സ്വാഭാവികം, വോട്ടർമാരുടെ സ്വകാര്യത ലംഘിച്ചുവെന്നും ആരോപണത്തിൽ. അന്വേഷണമില്ലെന്നും കമ്മീഷൻ. ഭരണപക്ഷവും പ്രതിപക്ഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുപോലെയെന്നും ഗ്യാനേഷ് കുമാർ. രാജ്യവ്യാപക പ്രതിഷേധവുമായി രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കം. ലാലു പ്രസാദ് യാദവ് അടക്കമുള്ള പ്രതിപക്ഷ മുന്നണി നേതാക്കൾ റാലിയിൽ. ക്രമക്കേട് ആരോപണങ്ങൾ ഉന്നയിച്ചത് വാനരന്മാരെന്ന് പരിഹസിച്ച് സുരേഷ് ഗോപി. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ചർച്ചകൾ തൽക്കാലം നിർത്തിവെച്ച അമേരിക്ക. ഈ മാസം ചർച്ചകൾക്കായി എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ച US സംഘം. തീരുമാനം ഇന്ത്യക്ക് തിരിച്ചടി. CPM PBക്ക് ചെന്നൈ വ്യവസായി നൽകിയ പരാതി ചോർന്നു. ലണ്ടൻ മലയാളി രാജേഷ് കൃഷ്ണ വഴി പാർട്ടി നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് പണമെത്തിയെന്ന പരാതിയാണ് ചോർന്നത്. ചോർത്തിയത് MV ഗോവിന്ദന്റെ മകൻ ശ്യാം എന്ന പരാതിക്കാരൻ ഷർഷാദ്. അന്വേഷണം ആവശ്യപ്പെട്ട MA ബേബിക്ക് പുതിയ പരാതി. സാമ്പത്തിക ഇടപാട് നടന്നത് സർക്കാർ പദ്ധതിയിലെന്നും മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും പ്രതിപക്ഷം. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി. തീരുമാനം BJP പാർലമെന്ററി യോഗത്തിൽ. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം നാളെ. നാമനിർദ്ദേശ പത്രിക നൽകാൻ വ്യാഴാഴ്ച വരെ സമയം. മധ്യവേനൽ അവധിക്ക് ശേഷം UAEയിലെ സ്കൂളുകൾ ഓഗസ്റ്റ് 25-ന് തുറക്കും. വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ അവസാനവട്ട ഒരുക്കങ്ങളുമായി സ്കൂളുകൾ. വോട്ട് മോഷണവും വോട്ടർ പട്ടിക ക്രമക്കേടും ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ. ഭരണഘടനാ സംവിധാനങ്ങളെ അപമാനിക്കുകയാണ് രാഹുലിന്റെ ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. സുപ്രീം കോടതി നിർദ്ദേശത്തിന് വിരുദ്ധമായി വോട്ടർമാരുടെ സ്വകാര്യത രാഹുൽ ഗാന്ധി ലംഘിച്ചുവെന്നും കമ്മീഷൻ കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ടർ പട്ടിക ക്രമക്കേടും വോട്ട് മോഷണവും രാഹുൽ ഗാന്ധി ആരോപിക്കുകയാണ്. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ നിന്ന് യാത്ര തുടങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടിയുമായി രംഗത്തെത്തിയത്. കമ്മീഷന് ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക മമതയില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. രാഹുലിന്റെ നടപടിയെ അതിരൂക്ഷമായി വിമർശിച്ച കമ്മീഷൻ 2019 സുപ്രീം കോടതി വിധിക്ക് വിരുദ്ധമായി വോട്ടർമാരുടെ സ്വകാര്യത രാഹുൽ ലംഘിച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ഭരണഘടനാ സംവിധാനങ്ങളെ അപമാനിക്കുകയാണ് ആരോപണത്തിന്റെ ലക്ഷ്യമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. हमने कुछ दिन पहले देखा कि कई मतदाताओं की फोटो उनकी अनुमति के बिना मीडिया के समक्ष रखी गई, उनके ऊपर आरोप लगाए गए, उनका इस्तेमाल किया गया. क्या अपनी माताओं, बहुओं, बेटियों सहित किसी भी मतदाता की CCTV वीडियो चुनाव आयोग को साझा करनी चाहिए क्या? കേരള, കർണാടക, ബീഹാർ തുടങ്ങി എവിടെയായാലും തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ നൽകിയ സമയപരിധിയും കഴിഞ്ഞ് തെരഞ്ഞെടുപ്പും കഴിഞ്ഞാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയതെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. जमीनी स्तर पर सभी मतदाता, सभी राजनीतिक दल और सभी बूथ लेवल ऑफिसर्स मिलकर एक पारदर्शी तरीके से कार्य कर रहे हैं, सत्यापित भी कर रहे हैं, हस्ताक्षर भी कर रहे हैं और वीडियो टेस्टिमोनियल्स भी दे रहे हैं. കമ്മീഷന്റെ തോളിൽ തോക്ക് വെച്ച് വോട്ടർമാരെ ലക്ഷ്യമിട്ടതുകൊണ്ടാണ് മറുപടി പറയേണ്ടി വന്നതെന്നും കമ്മീഷൻ പറഞ്ഞു. ഇപ്പോഴത്തെ ആരോപണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. ഇരട്ട വോട്ട് ചെയ്തുവെന്ന് പറയുന്നു, എന്നാൽ ചോദിക്കുമ്പോൾ മറുപടിയില്ലെന്നും കമ്മീഷൻ പരിഹസിച്ചു. വ്യാജ ആരോപണങ്ങളെ കമ്മീഷൻ ഭയപ്പെടുന്നില്ലെന്നും വോട്ടർമാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് നിലകൊള്ളുമെന്നും ഗ്യാനേഷ് കുമാർ പറഞ്ഞു. ബീഹാറിലെ വോട്ടർമാർ കമ്മീഷനൊപ്പമാണ്, അതുകൊണ്ട് തന്നെ SIRമായി മുന്നോട്ട് പോകുമെന്നും കമ്മീഷൻ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വന്തം ഉത്തരവാദിത്തം നിറവേറ്റാതെ മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ. തെറ്റുകൾ കണ്ടെത്തുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളത് കമ്മീഷന്റെ ജോലിയാണ്. അത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറയുന്നത് തെറ്റാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിട്ടില്ലെന്ന് CPM MP V ശിവദാസനും പറഞ്ഞു.
ബീഹാറിൽ വോട്ടർ പട്ടികയിലെ പൊരുത്തക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിലും SIR പ്രക്രിയയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടികളിൽ അതൃപ്തിയുണ്ടെന്ന് ആവർത്തിച്ച് കോൺഗ്രസ്. ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുന്നതിൽ അവർ പരാജയപ്പെട്ടുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തങ്ങളുടെ ആശങ്കകൾ തെരുവുകളിലേക്കും നേരിട്ട് ബീഹാറിലെ ജനങ്ങളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കമ്മീഷൻ സ്വതന്ത്രവും നിഷ്പക്ഷവുമായി പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണെന്നും അങ്ങനെയല്ല എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് വസ്തുതകൾ നിരത്തി തെളിയിക്കാനുള്ള ബാധ്യതയുണ്ടെന്നും മന്ത്രി P. രാജീവ്. കോടതിയിൽ ഈ വിഷയം നിലനിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തില്ല എന്ന കമ്മീഷൻ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും P. രാജീവ് പറഞ്ഞു. വോട്ടർ പട്ടിക ക്രമക്കേടിനും പരിഷ്കരണത്തിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ തുടക്കമായി. RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. വോട്ടർ പട്ടികകളിൽ ഉൾപ്പെടെ ക്രമക്കേട് നടത്തിയ BJPയെ വെറുതെ വിടരുതെന്ന് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. വോട്ട് മോഷണത്തിന്റെ സത്യാവസ്ഥ മുഴുവൻ പുറത്തു കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. വോട്ട് മോഷണമല്ല, വോട്ട് കൊള്ളയാണ് നടന്നതെന്നും ജനാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും തേജസ്വി യാദവും വ്യക്തമാക്കി. വോട്ട് മോഷണത്തിനും വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുമെതിരെയുള്ള യാത്രയാണ് ബീഹാറിലെ സംസാറാമിൽ നിന്ന് രാഹുൽ തുടങ്ങിയത്. 20 ജില്ലകളിൽ 50 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോകുന്നത്. 16 ദിവസം കൊണ്ട് 1300 കിലോമീറ്ററാണ് യാത്ര കടന്നുപോകുക. രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറി RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് മോഷണം നടന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ ഗൂഢാലോചനയാണ് ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. पूरे हिंदुस्तान में विधानसभा के चुनाव, लोकसभा के चुनाव चोरी किए जा रहे हैं और इनकी आखिरी साजिश ये है कि बिहार में SIR करके नए वोटरों को जोड़कर, वोटरों को काटकर ये बिहार का चुनाव चोरी करें. നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും അവകാശവും ഭരണഘടനയും എല്ലാം അപകടത്തിലാകുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു. ജനാധിപത്യം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും ഇന്ത്യാ സഖ്യം ഉള്ളിടത്തോളം അത് നടക്കില്ലെന്നും RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. രാജ്യത്ത് നടന്നത് വോട്ട് മോഷണമല്ല, വോട്ട് കൊള്ളയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. हम लोगों ने सुप्रीम कोर्ट में राघोपुर की जनता, जो विधानसभा से हम चुन करके आते हैं, कई लोगों को मृत्यु पा दिया गया है जो लोग जीवित हैं. ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ ഇന്ത്യാ സഖ്യത്തിലെ പ്രധാന കക്ഷികളെല്ലാം യാത്രയ്ക്കൊപ്പമുണ്ട്. വോട്ടർ അധികാർ യാത്ര ഈ മാസം 30-നാണ് സമാപിക്കുന്നത്. സെപ്റ്റംബർ 1-ന് പാറ്റ്നയിൽ മെഗാ വോട്ടർ അധികാർ റാലി സംഘടിപ്പിക്കുന്നുണ്ട്. വോട്ടർ പട്ടിക ക്രമക്കേട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയാണ് യാത്രയുടെ ലക്ഷ്യം. വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യാ സഖ്യം വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തി പ്രതിഷേധം ശക്തമാക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വോട്ടാരോപണത്തിൽ ഒടുവിൽ മൗനം വെടിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. ആരോപണങ്ങളിൽ മറുപടി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും അവരോട് പോയി ചോദിക്കൂ എന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ചിങ്ങം 1-ന് തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ ഹാരമണിയിക്കാനെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ആരോപണങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറയും, താൻ മറുപടി പറയില്ല. മറുപടി പറയേണ്ടത് അവരാണ്. താൻ കേന്ദ്രമന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം താൻ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കൂ, അല്ലെങ്കിൽ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് ചോദിച്ചാൽ മതി. ഇവിടെ കുറച്ച് വാനരന്മാർ ആരോപണം ഉന്നയിക്കലുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ സുപ്രീം കോടതിയിലേക്ക് പോകട്ടെ എന്നുമായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിനുള്ള കേന്ദ്രമന്ത്രിയുടെ മറുപടി. നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ഇപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. അതേസമയം സുരേഷ് ഗോപി ആരോപണങ്ങളൊക്കെ മറുപടി പറഞ്ഞത് കണ്ണാടിയിൽ നോക്കിയാണെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. പത്രം വായിക്കുകയോ TV കാണുകയോ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലായിരുന്നു. തങ്ങൾ ഉന്നയിച്ചത് ആരോപണമല്ല, സത്യമാണ്. വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് തങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇത്ര ദിവസം വാ തുറക്കാത്ത സുരേഷ് ഗോപി വാ തുറന്നത് തൃശൂരിലെ ജനങ്ങളെ അപമാനിക്കുന്ന തരത്തിലെന്നും ജോസഫ് ടാജറ്റ് കൂട്ടിച്ചേർത്തു. ഞങ്ങളുടെ MP എന്ന നിലയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഇനിയെങ്കിലും കാര്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കണ്ണാടിയിൽ നോക്കാതെ, TV യിൽ വരുന്ന വാർത്തയാണെങ്കിൽ TV യുടെ മോണിറ്ററോ
പത്രങ്ങളിലാണെങ്കിൽ പത്രം വായിച്ചിട്ടോ മറുപടി പറയാൻ ബഹുമാന്യനായ MP തയ്യാറാകണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രമല്ല തൃശ്ശൂരിലെ മുഴുവൻ ജനങ്ങൾക്കും അപമാനമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. മാധ്യമപ്രവർത്തകരോട് മാസ് ഡയലോഗുകൾ പറയുന്ന സുരേഷ് ഗോപി തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മറുപടി പറയാൻ വൈകിയതിൽ പ്രതിഷേധം ശക്തമാണ്. അമൃത ന്യൂസ്, തൃശൂർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിലെ ചർച്ചകൾ നിർത്തി അമേരിക്ക. ചർച്ചകൾക്കായി ഓഗസ്റ്റ് 25-ന് US സംഘം എത്തില്ലെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ചകളുടെ 6ാം റൗണ്ടിനായുള്ള സന്ദർശനമാണ് അമേരിക്കൻ വ്യാപാര പ്രതിനിധികൾ റദ്ദാക്കിയത്. താൽക്കാലികമായിട്ടാണോ സ്ഥിരമായിട്ടാണോ അമേരിക്കൻ നിലപാടെന്നത് വ്യക്തമല്ല. ഈ മാസം 25 മുതൽ 29 വരെയാണ് ചർച്ചകൾ തീരുമാനിച്ചിരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരത്തിലെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും നികുതി പുനഃപരിശോധിക്കുന്നതിനായിരുന്നു ചർച്ച. 5 റൗണ്ട് ചർച്ചകൾ ഇതിനകം പൂർത്തിയായിരുന്നു. എന്നാൽ അതിനുശേഷം ഏകപക്ഷീയ നിലപാടെടുത്ത് അമേരിക്ക ഇന്ത്യക്ക് 25% നികുതിയും 25% പിഴയും ഏർപ്പെടുത്തിയതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. വിപണി സാധ്യതകളും നികുതി നിരക്കുകളും സാങ്കേതികവിദ്യ, ഡിജിറ്റൽ, കസ്റ്റംസ്, സാനിറ്ററി തുടങ്ങിയ മേഖലകളിലെ നികുതി തീരുമാനിക്കാനായിരുന്നു ചർച്ചകൾ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വ്യാപാര ബന്ധം കാര്യക്ഷമമാക്കാനും ചർച്ചകൾ ഉതകുമായിരുന്നു. അതേസമയം കാർഷിക ക്ഷീരവിപണിയിൽ കൂടുതൽ ഇടം വേണമെന്ന US-ന്റെ നിർബന്ധമാണ് കരാറിലെ പ്രധാന തടസ്സം. ചെറുകിട കർഷകരുടെ ഉപജീവന മാർഗത്തെ അടക്കം ബാധിക്കുമെന്നതിനാൽ ഈ മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം ആവശ്യപ്പെടുന്ന US നിലപാടിനെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. കർഷകർക്കും ദേശീയ താൽപര്യങ്ങൾക്കും ദോഷകരമായ ഒരു കരാറും ഇന്ത്യ അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക ആദ്യം ചുമത്തിയ 25% നികുതി വർധനവ് ഓഗസ്റ്റ് 7-നാണ് പ്രാബല്യത്തിൽ വന്നത്. അമേരിക്കൻ താക്കീത് വകവയ്ക്കാതെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയതോടെ ട്രംപ് ഭരണകൂടം തീരുവ ഇരട്ടിയാക്കി. ഇന്ത്യയുടെ ഇറക്കുമതികൾ US-ന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും റഷ്യയെ സാമ്പത്തികമായി സഹായിക്കുന്നത് ലക്ഷ്യമിട്ടാണെന്നും അമേരിക്ക ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. CPM സംസ്ഥാന നേതൃത്വത്തെ വെട്ടിലാക്കി കത്ത് ചോർച്ചാ വിവാദം. CPM-ലെ മന്ത്രിമാരടക്കം ഉന്നതരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ചെന്നൈ വ്യവസായി പോളിറ്റ് ബ്യൂറോ അംഗത്തിന് അയച്ച കത്ത് ചോർന്നുവെന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ലണ്ടനിലെ വ്യവസായി രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലായിരുന്നു കത്ത് നൽകിയിരുന്നത്. എന്നാൽ ആ കത്ത് ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ട കേസിലെ രേഖയായി എങ്ങനെ മാറിയെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കത്ത് ചോർന്നതിന് പിന്നിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് പരാതിക്കാരനായ ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ആരോപിക്കുന്നു. CPM സംസ്ഥാന നേതൃത്വത്തെ ഒന്നടങ്കം പ്രതിരോധത്തിലാക്കുന്ന രേഖകളാണ് കത്തിന്റെ രൂപത്തിൽ പുറത്തായത്. ലണ്ടനിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണ കേരളത്തിലും തമിഴ്നാട്ടിലുമായി പല പദ്ധതികളിലും നിക്ഷേപം നടത്തുകയും വിദേശത്തുനിന്ന് പണം വിവിധ അക്കൗണ്ടുകളിലായി CPM-ലെ ഉന്നത നേതാക്കൾക്ക് കൈമാറിയെന്നുമാണ് പ്രധാന ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട്ടിലെ വ്യവസായി മുഹമ്മദ് ഷർഷാദ് 2021-ൽ പോളിറ്റ് ബ്യൂറോ അംഗത്തിന് രേഖകൾ സഹിതം നൽകിയ കത്താണ് ചോർന്നിരിക്കുന്നത്. മധുര പാർട്ടി കോൺഗ്രസിൽ CPM പ്രതിനിധിയായി ലണ്ടനിൽ നിന്ന് രാജേഷ് കൃഷ്ണ എത്തിയപ്പോൾ പരാതി ഉയർന്നതിനെ തുടർന്ന് പങ്കെടുക്കാൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് രാജേഷ് കൃഷ്ണ ഡൽഹി ഹൈക്കോടതിയിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തപ്പോൾ മുൻപ് PBക്ക് ലഭിച്ച പരാതി കൂടി രേഖയായി നൽകുകയുണ്ടായി. ഏറെ നാളുകൾക്ക് മുൻപ് താൻ രഹസ്യമായി PBക്ക് അയച്ച കത്ത് ആരോപണ വിധേയന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയെന്നും അത് കോടതിയിൽ രേഖയായി മാറിയത് എങ്ങനെയെന്നുമാണ് മുഹമ്മദ് ഷർഷാദ് ചോദിക്കുന്നത്. അല്ല, പോളിറ്റ് ബ്യൂറോയുടെ കയ്യിൽ വശം ഉണ്ടായിരുന്ന സാധനം അന്ന് പാർട്ടി കോൺഗ്രസിൽ നടപടിയെടുത്തതിൻ്റെ ശേഷം അന്ന് അവിടെ വെച്ച് തന്നെ അത് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് ഫർദർ അന്വേഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നാണ് അത് ചോർന്നിരിക്കുന്നത്, അല്ലാതെ പോളിറ്റ് ബ്യൂറോ എന്നല്ല. പോളിറ്റ് ബ്യൂറോ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ അതാത് സംസ്ഥാനത്തിന് അത് കൈമാറും. ബാക്കി തുടരന്വേഷണം ചെയ്യേണ്ടത് ആ സംസ്ഥാന കമ്മിറ്റിയാണ്. അപ്പോൾ അവിടുന്നാണ് കത്ത് കിട്ടിയിരിക്കുന്നത്. കത്ത് കിട്ടിയത് മാത്രമല്ല, കത്ത് കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യമുയർത്തി ജനറൽ സെക്രട്ടറി MA ബേബിക്കും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഷർഷാദ് വീണ്ടും പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ കത്ത് ചോർത്തി നൽകിയതിന് പിന്നിൽ MV ഗോവിന്ദന്റെ മകൻ ശ്യാമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷർഷാദ് ആരോപണം ഉന്നയിക്കുന്നത്. രാജേഷ് കൃഷ്ണയും ശ്യാമും തമ്മിൽ വർഷങ്ങളായി വളരെ അടുത്ത ബന്ധമാണ്. ഈ ബന്ധം ഉപയോഗിച്ച് കത്ത് ചോർന്നതായിരിക്കാമെന്ന ആരോപണം പരാതിക്കാരൻ ഉയർത്തുമ്പോൾ പാർട്ടി സംവിധാനങ്ങൾ പോലും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മാനനഷ്ട കേസിൽ കത്തിന്റെ പകർപ്പ് ഉൾപ്പെട്ടതിനാൽ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം നടക്കുകയാണെങ്കിൽ വിവാദം കൊടുങ്കാറ്റായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ തുടർഭരണം ലക്ഷ്യമിടുന്ന പാർട്ടിക്ക് കനത്ത ആഘാതമാണ് ഇപ്പോൾ കത്ത് ചോർത്തൽ വിവാദത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സസ്പെൻസുകൾക്ക് വിരാമമിട്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള NDA സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനാണ് NDA സ്ഥാനാർത്ഥി. ഡൽഹിയിൽ ചേർന്ന BJP പാർലമെന്ററി ബോർഡ് യോഗമാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ത്യ സഖ്യ നേതാക്കളുടെ യോഗം നാളെ ചേരും. മധ്യവേനൽ അവധിക്ക് ശേഷം UAE-യിലെ സ്കൂളുകൾ ഓഗസ്റ്റ് 25-ന് തുറക്കും. വിദ്യാലയങ്ങളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി അധ്യാപകരും അനധ്യാപക ജീവനക്കാരും നാളെ മുതൽ സ്കൂളുകളിലെത്തും. 2 മാസത്തോളം നീണ്ട മധ്യവേനൽ അവധിക്കാലം പൂർത്തിയാക്കി UAE-യിലെ വിദ്യാലയങ്ങൾ ഓഗസ്റ്റ് 25 തിങ്കളാഴ്ച മുതൽ തുറക്കും. അവധിക്കാലം ആഘോഷിക്കാനായി നാട്ടിലേക്ക് മടങ്ങിയ പ്രവാസി മലയാളികൾ അടക്കമുള്ള കുടുംബങ്ങൾ തിരികെ എത്തി തുടങ്ങി. ഇന്ത്യൻ സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിൽ 2ാം പാദ അധ്യയനത്തിലേക്കാണ് അവധിക്ക് ശേഷം കടക്കുന്നത്. പ്രാദേശിക വിദേശ സിലബസുകൾ പിന്തുടരുന്ന വിദ്യാലയങ്ങളിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കും. വിദ്യാലയങ്ങളിലേക്ക് തിരികെ എത്തുന്ന വിദ്യാർത്ഥികളെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾക്കായി അധ്യാപക അനധ്യാപക ജീവനക്കാർ ഓഗസ്റ്റ് 18 മുതൽ സ്കൂളുകളിൽ എത്തിത്തുടങ്ങും. അധ്യാപകർക്കുള്ള പ്രൊഫഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ആദ്യഘട്ടം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 18 തിങ്കളാഴ്ച തുടങ്ങുന്ന അധ്യയന വർഷത്തിൽ ആകെ 178 പ്രവൃത്തി ദിനങ്ങളാണ് ഉള്ളത്. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ നിരത്തുകളിലെ സീബ്ര ക്രോസിംഗുകൾ ഉൾപ്പെടെ പ്രത്യേകം നിശ്ചയിച്ച ട്രാക്കുകളിലൂടെ റോഡ് മുറിച്ചു കടക്കുന്ന കാൽനട യാത്രക്കാർക്ക് മുൻഗണന നൽകണം. അങ്ങനെ നൽകാതിരിക്കുന്നത് ഗതാഗത നിയമലംഘനമാണെന്നും ഇതിന് 100 മുതൽ 150 റിയാൽ വരെ പിഴ ലഭിക്കുമെന്നും സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് വ്യക്തമാക്കി. എല്ലാവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ്. കുവൈറ്റിൽ എല്ലാ വാഹനങ്ങളിലും ഗ്ലാസുകളിൽ ടിൻഡഡ് ഫിലിം ഉപയോഗിക്കുന്നതിന് അനുമതി. ഇത് സംബന്ധിച്ച് ഗതാഗത നിയമത്തിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തുകൊണ്ട് കുവൈറ്റിന്റെ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇത് പ്രകാരം വാഹനങ്ങളുടെ ഫാക്ടറി സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി എല്ലാ വാഹനങ്ങളിലും ടിൻഡഡ് ഗ്ലാസ് സ്ഥാപിക്കുന്നതിന് അനുമതി ഉണ്ടായിരിക്കും. ടിൻഡിംഗ് ദൃശ്യപര്യത 50% കവിയാത്ത തരത്തിൽ ഗ്ലാസുകളിൽ വർണ്ണ ഫോയിലുകൾ സ്ഥാപിക്കാനും പുതിയ നിയമ ഭേദഗതിയിലുണ്ട്. ഗൾഫ് സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനുകൾക്ക് അനുസൃതമായി സുരക്ഷിതവും സുതാര്യവുമായ തരത്തിൽ ഡ്രൈവറുടെ വശത്തിന് എതിർവശത്തൊഴികെയുള്ള എല്ലാ വിൻഡോകളിലും ടിൻഡിംഗ് അനുവദനീയമാണ്. എന്നാൽ പ്രതിഫലിക്കുന്ന ഗ്ലാസുകളും ഫോയിലുകളും സ്ഥാപിക്കുന്നത് നിരോധിച്ചിരിക്കുന്നതായും പുതിയ നിയമ ഭേദഗതിയിൽ വ്യക്തമാക്കുന്നു. കുവൈറ്റിൽ ബ്യൂട്ടി പാർലറുകളിലും സലൂണുകളിലും 18 വയസ്സിന് താഴെ പ്രായമായ കുട്ടികൾക്ക് മുടി കറുപ്പിക്കൽ, ചർമ്മം വെളുപ്പിക്കൽ സേവനങ്ങൾ നൽകുന്നതിന് നിരോധനം. ക്ലിനിക്കുകൾ, സലൂണുകൾ, ബ്യൂട്ടി പാർലറുകൾ എന്നീ സ്ഥാപനങ്ങളിലെ ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി സുരക്ഷിതമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് തീരുമാനം. ആരോഗ്യ മന്ത്രാലയവും വാണിജ്യ വ്യവസായ മന്ത്രാലയവും തമ്മിൽ സഹകരിച്ചുകൊണ്ടാണ് തീരുമാനം നടപ്പിലാക്കുക. അണുബാധ തടയൽ, പൊതുജനാരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, അണുവികിരണ സംരക്ഷണം എന്നിവ ഉൾപ്പെടെയുള്ള 130-ലധികം നിർദ്ദേശങ്ങളാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സൗദിയിലെ അൽബാഹ പ്രവിശ്യയിലെ അൽ അഖീഖിൽ പള്ളികളിൽ നിന്ന് എയർ കണ്ടീഷണറുകൾ മോഷ്ടിച്ച 4-അംഗ സംഘത്തെ അൽബാഹ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു അഫ്ഗാൻ യുവാവും 3 സൗദി യുവാക്കളും അടങ്ങുന്ന സംഘമാണ് പിടിയിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ച് അവരെ പബ്ലിക് പ്രോസിക്യൂഷന് റഫർ ചെയ്തതായി അൽബാഹ പോലീസ് അറിയിച്ചു. സൗദിയിൽ ഈ വേനൽക്കാലത്ത് രാജ്യത്തുടനീളമുള്ള കാർഷിക വിപണികളിൽ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ സമൃദ്ധി അനുഭവപ്പെടുന്നതായി സൗദി കാർഷിക മന്ത്രാലയം വ്യക്തമാക്കി. സൗദിയിൽ ഇപ്പോൾ ഉർമാൻ പഴം അഥവാ അനാർ സമൃദ്ധമായി വിളവെടുക്കുന്നു. അതുല്യമായ പ്രകൃതിദത്ത രുചിയും ഉയർന്ന പോഷക ഗുണവും ഇതിന്റെ പ്രത്യേകതയാണ്. രാജ്യത്ത് വർഷം തോറും 37,100 ടൺ ഉർമാൻ പഴം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും സഹായിക്കുന്നതായും രാജ്യത്തെ അസീർ, മക്ക, തബൂക്ക്, അൽ ഖസീം, അൽബഹാബ് തുടങ്ങിയ പ്രവിശ്യകളിൽ ഉർമാൻ കൃഷി കേന്ദ്രീകരിച്ചിരിക്കുന്നുവെന്ന് സൗദി പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയം വ്യക്തമാക്കി. മറ്റ് പ്രവിശ്യകളിലും വ്യത്യസ്ത തോതിൽ ഉർമാൻ പഴം ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ഈ കൃഷി രാജ്യത്തിന്റെ കാർഷിക മേഖലയിൽ പ്രതീക്ഷ നൽകുന്ന വിളയായി മാറിയിരിക്കുന്നു. ഭാരതത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഭാരതീയ പ്രവാസി പരിഷത്ത് കുവൈറ്റിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. സാൽമിയ ഹാർമണി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഭാരതീയ പ്രവാസി പരിഷത്ത് പ്രസിഡന്റ് സുധീർ വി മേനോൻ അധ്യക്ഷനായിരുന്നു. BPP ജോയിന്റ് സെക്രട്ടറി രാജ് ഭണ്ഡാരി സ്വാഗതവും മെമ്പർഷിപ്പ് സെക്രട്ടറി രശ്മി നവീൻ ഗോപാൽ നന്ദിയും പ്രകാശിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഹരി ബാലരാമപുരം സംഘടനയെക്കുറിച്ച് സംസാരിച്ചു. ഭാരതീയ സമൂഹത്തിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ദേശസ്നേഹത്തിന്റെ മഹത്വവും വിളിച്ചോതിയ പരിപാടി പ്രവാസി സമൂഹത്തെ ആവേശഭരിതരാക്കി.
ഇൻകാസ് ഷാർജ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് രക്തദാന ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര അധ്യക്ഷത വഹിച്ചു. ഇൻകാസ് ഷാർജ ആക്ടിംഗ് പ്രസിഡന്റ് AV മധു അധ്യക്ഷത വഹിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ്, ട്രഷറർ ഷാജി ജോൺ, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം എന്നിവർ സംബന്ധിച്ചു. ഇൻകാസ് ഷാർജ കമ്മിറ്റി സെപ്റ്റംബർ 15-ന് ഷാർജ RK കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ബ്രോഷർ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടത്തി. 200ഓളം പേർ രക്തദാന ക്യാമ്പിലും മെഡിക്കൽ ക്യാമ്പിലും പങ്കെടുത്തു. മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം ഷാർജ കമ്മിറ്റി ഓഗസ്റ്റ് 30 ശനിയാഴ്ച ഷാർജ RK കൺവെൻഷൻ സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കുന്ന പ്രവാസരാവ് എന്ന പരിപാടിയുടെ ബ്രോഷർ പ്രകാശനം ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ പ്രസിഡന്റ് നിസാർ തളങ്കര നിർവഹിച്ചു. ചടങ്ങിൽ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പ്രസിഡന്റ് നൌഷാദ് മന്ദങ്കാവ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ്, ട്രഷറർ ഷാജി ജോൺ, ജോയിന്റ് സെക്രട്ടറി GB ബേബി, മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് YA റഹീം എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കോഴിക്കോട് 2 പേർക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 3 മാസം പ്രായമുള്ള കുഞ്ഞിനും യുവാവിനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. അതേസമയം കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പനി ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഓമശ്ശേരി സ്വദേശിയായ 3 മാസം പ്രായമുള്ള കുഞ്ഞിനും അന്നശ്ശേരി സ്വദേശിയായ യുവാവിനുമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. ഇതോടെ ഇരുവരുടെയും വീടുകളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. കുഞ്ഞിന് രോഗം ബാധിച്ചത് എങ്ങനെയെന്ന് കണ്ടെത്താനുള്ള പരിശോധന നടത്തും. അതേസമയം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 4ാം ക്ലാസ്സുകാരി അനയ മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കുട്ടി നീന്തൽ പരിശീലിച്ച കുളത്തിൽ ഉൾപ്പെടെ ആരും ഇറങ്ങരുതെന്നാണ് നിർദ്ദേശം. അനയ പഠിച്ചിരുന്ന കോരങ്ങാട് LP സ്കൂളിൽ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി ആരോഗ്യവകുപ്പ് ബോധവൽക്കരണ ക്ലാസും നടത്തും. മരിച്ച കുട്ടിയുടെ സഹോദരങ്ങളുടെ സ്രവ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ചയാണ് 4ാം ക്ലാസ്സുകാരി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ശബരീശനെ കണ്ടു തൊഴാൻ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ചിങ്ങമാസ പൂജകൾക്കായി നട തുറന്നതു മുതൽ 10,000-ങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ശബരിമല കീഴ്ശാന്തി, പമ്പ ഗണപതി ക്ഷേത്രം മേൽശാന്തി തെരഞ്ഞെടുപ്പുകളും ഇന്ന് നടന്നു. ശബരിമല കീഴ്ശാന്തിയായി S ഹരീഷ് പോറ്റി, പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായി P ശങ്കരൻ നമ്പൂതിരി, TS വിഷ്ണു നമ്പൂതിരി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചിങ്ങപ്പുലരിയിൽ നട തുറന്നതു മുതൽ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാൻ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ഫ്ലൈ ഓവറും നടപ്പന്തലും ഭക്തരാൽ തിങ്ങി നിറഞ്ഞു. പുലർച്ചെ പതിവ് പൂജകൾക്ക് ശേഷം ശബരിമല കീഴ്ശാന്തി, പമ്പ മേൽശാന്തി നറുക്കെടുപ്പുകൾ സന്നിധാനത്തും പമ്പയിലുമായി നടന്നു. ശബരിമല കീഴ്ശാന്തിയായി പാറശാല ക്ഷേത്ര മേൽശാന്തിയായ S ഹരീഷ് പോറ്റിയെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ആര്യശാല ക്ഷേത്രത്തിലെ മേൽശാന്തി P ശങ്കരൻ നമ്പൂതിരി, എറണാകുളം കോതകുളങ്ങര ക്ഷേത്രത്തിലെ മേൽശാന്തി TS വിഷ്ണു നമ്പൂതിരി എന്നിവരെ പമ്പ ഗണപതി ക്ഷേത്രം, ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിലെ മേൽശാന്തിമാരായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു. കനത്ത മഴ തുടരുന്നതിനാൽ ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പമ്പാ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് രാത്രി 10 മണിക്ക് നടയടയ്ക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളിൽ സെമിയിലേക്ക് മുന്നേറി ഈസ്റ്റ് ബംഗാൾ FC-യും ഡയമണ്ട് ഹാർബർ FC-യും. മോഹൻ ബഗാനെ തകർത്താണ് ഈസ്റ്റ് ബംഗാൾ സെമിയിലേക്ക് എത്തിയത്. 2-1 ബഗാനെ തകർത്താണ് ഈസ്റ്റ് ബംഗാളിന്റെ ജയം. ഡയമണ്ട് ഹാർബർ FC-യും ജംഷഡ്പൂർ FC-യും തമ്മിലുള്ള മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളിനാണ് ഡയമണ്ട് ഹാർബർ FC-യുടെ ജയം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഷില്ലോങ് ലഡോങ്ങും നേരത്തെ സെമിയിലെത്തിയിരുന്നു. ഓഗസ്റ്റ് 19-നും 20-നുമാണ് സെമി ഫൈനൽ. 23-ന് സോൾട്ട് ലേക്കിൽ ഫൈനൽ നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.